വ്യത്യസ്തതകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ഭക്ഷണശാലകൾ ചുറ്റിലുമുണ്ടാകും. രുചിയിലെ വൈവിധ്യം കൊണ്ട്, വിഭവങ്ങളുടെ പ്രത്യേകത കൊണ്ടും പ്രശസ്തിയിലേക്ക് ഉയരുന്ന ഹോട്ടലുകളുമുണ്ട്. ചിലതാകട്ടെ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ ബാഹുല്യം കൊണ്ടും ശ്രദ്ധ നേടും. ഹരിയാനയിലെ മുർത്താലിലുള്ള അമൃത് സുഖ്ദേവ് ധാബയാണ് അത്തരമൊരു ഭക്ഷണശാല. ഡൽഹി NCRൽ നിന്നും ഈ മേഖലയുടെ പുറത്തു നിന്നും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഈ ധാബയ്ക്ക് കഴിയുന്നുണ്ട്. ട്രക്ക് ഡ്രൈവർമാരെ ലക്ഷ്യമിട്ടാണ് സർദാർ പ്രകാശ് സിംഗ് 1956 അമൃത് സുഖ്ദേവ് ധാബ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായ അമൃത് സിംഗും സുഖ്ദേവ് സിംഗുമാണ് ഇത് പരിപാലിക്കുന്നത്. തുടക്കത്തിൽ ദാൽ റൊട്ടി, സബ്സി, ചോറ് എന്നിങ്ങനെ പതിവ് ഭക്ഷണമായിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നത്. തുടക്കകാലം മുതൽ അമൃത് സുഖ്ദേവ് ധാബ ഉത്തരേന്ത്യൻ, ദക്ഷിണേന്ത്യൻ പലഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു മൾട്ടി ക്യുസിൻ ഭക്ഷണ ഇടമായി. ചൈനീസ്, കോണ്ടിനെൻ്റൽ തുടങ്ങിയ നിരവധി ആഗോള ഇനങ്ങളും മധുര പലഹാരങ്ങളും ഒരു നിരയും പിന്നീട് ഇതിനോടൊപ്പം ചേരുകയായിരുന്നു. 1990കളിലാണ് അമൃത് സിംഗ്, സുഖ്ദേവ് സിംഗ് സഹോദരങ്ങൾ പണം ചെലവിട്ട് ധാബ നവീകരിച്ചത്. 2000 പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ആധുനിക രൂപം നൽകി. അതിനുശേഷം പഞ്ചാബിലേക്കും ഹിമാചലിലേക്കും പോകുന്ന ഉയർന്ന നിലവാരമുള്ള ഉപഭോക്താക്കളെ പോലും ആകർഷിക്കാൻ തുടങ്ങി. ഹരിയാനയിലെ മൂർത്താലിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് അമൃത് സുഖ്ദേവ് ധാബ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഐഡൻറ്റിറ്റി മാത്രമല്ല, എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് കൂടാനുള്ള ഒരു പ്രധാന സ്ഥലമായി മാറിയിരിക്കുന്ന ഇവിടം ഇപ്പോൾ ഭക്ഷണപ്രിയരുടെ ആദ്യ ഇഷ്ടങ്ങളിൽ ഒന്നാണ്. പറാത്തകളും മറ്റ് നിരവധി വിഭവങ്ങളും ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ ദിവസവും ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. രാത്രിയിൽ പോലും റെസ്റ്റോറൻറ്റ് ഉപഭോക്താക്കളാൽ നിറഞ്ഞിരിക്കും. ദിവസേന ഇത്രയധികം ഉപഭോക്താക്കൾ ഇവിടെ സന്ദർശിക്കുന്നതിനാൽ അതിൻ്റെ വിറ്റുവരവും കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 100 റെസ്റ്റോറൻറ്റുകളിൽ ഒന്നായ ടേസ്റ്റ് അറ്റ്ലസിൻ്റെ പട്ടികയിൽ അമൃത് സുഖ്ദേവ് ധാബ ഇടം നേടിയിട്ടുണ്ട്. റോക്കി സാഗ്ലു ക്യാപിറ്റലിൻ്റെ അഭിപ്രായത്തിൽ പ്രതിദിനം ഏകദേശം 10,000 ഉപഭോക്താക്കളാണ് അമൃത് സുഖ്ദേവ് ധാബയിലേക്ക് എത്തുന്നത്. ഏകദേശം 100 കോടി രൂപ പ്രതിവർഷം സമ്പാദിക്കുന്നുണ്ട്. 500-ലധികം വരുന്ന ജീവനക്കാരുടെ ഒരു ടീമാണ് ഉള്ളത്. ആദ്യകാല ഉപഭോക്താക്കളിൽ ഉടമകൾ വിശ്വാസം വളർത്തിയെടുത്തു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ട്രക്ക് ഡ്രൈവർമാർക്കും ക്യാബ് ഡ്രൈവർമാർക്കും അവർ സൗജന്യമായോ വിലക്കുറവിലോ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇവർ പിന്നീട് ഹോട്ടലിലെ പതിവ് സന്ദർശകരായി മാറുകയായിരുന്നു. ഇതൊരു വിശ്വസ്ത ഉപഭോക്തൃ അടിത്തറ രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതിശയകരമായ വിജയം നേടിയിട്ടും അമൃത് സുഖ്ദേവ് ധാബ ഒരിക്കലും പബ്ലിസിറ്റിയുടെയോ പരസ്യങ്ങളുടെയോ സഹായം സ്വീകരിച്ചിട്ടില്ല. അത് വെറും വാമൊഴിയെ മാത്രമാണ് ഇത്രയും വളർച്ച കൈവരിച്ചിരിക്കുന്നത്.